കഴിഞ്ഞ ദിവസം 90 ഡേയ്സ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞവർക്കുള്ളതാണ് ഈ വീഡിയോ. അതായത് ആക്ച്വലി നമ്മളുടെ 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വൽ എല്ലാ ഏരിയയിലും നമ്മളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ പറ്റും, ഇതാണ് നമ്മൾ 90 ഡേയ്സ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കുള്ള ഒന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആക്ഷൻസ് ഉണ്ടായിരിക്കും. കാരണം ഒരു വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റമൊന്നും വരില്ല. നമ്മളുടെ ലൈഫിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചില ആക്ഷൻസ് എടുക്കണം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നതും നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചിട്ട് പറയുന്നത്? കാരണം നമ്മളെക്കുറിച്ച് നമ്മളാണ് കൂടുതലും മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ളൊരു അവെയർനെസ്സിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇന്നത്തെ വീഡിയോന്റെ പർപ്പസ് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതുപോലെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നിങ്ങളുടെ ചലഞ്ചസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇനിയുള്ള കുറേ വീഡിയോസ് ഉണ്ട്, അതിൽ നമുക്ക് ഗോളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും. ഇനിയത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പേപ്പറും പേനയും ആവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് വരിക. റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡും ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാനായിട്ട് ആരും ഉണ്ടാവാത്ത ഒരു സാഹചര്യം നോക്കിയിട്ട് നമ്മൾ വീഡിയോ കാണുക. എങ്കിലാണ് നമ്മൾക്ക് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നത്. സോ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പേപ്പറൊക്കെ എടുത്ത് റെഡിയായ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. അതായത് ആദ്യം തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ നോക്കാം. അതായത് നമ്മുടെ ലൈഫിൽ ഇതുവരെ ഇപ്പം നമുക്കൊരു 40 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി, അല്ലെങ്കിൽ 20 വയസ്സായി, നിങ്ങളുടെ പ്രായം ഏതോ ആവട്ടെ, ഈ പ്രായത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അച്ചീവ്മെന്റ് ആയിട്ട് അത് തോന്നുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് സ്വയം ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഒരു വലിയ അവാർഡ് കിട്ടിയതൊന്നും എഴുതണം എന്നില്ല, വലിയ അവാർഡൊന്നും എല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പോൾ ഒരു ചെറിയ കാര്യമായാലും, ഏറ്റവും ചെറിയ കാര്യമായാലും, വലിയ കാര്യമായാലും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതായത് ചിലപ്പോൾ നമുക്ക് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ മറ്റുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തോ കളിയാക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പേഴ്സണലി ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഒരു വീട്ടമ്മയായിരിക്കും, അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയത്തക്ക അച്ചീവ്മെന്റ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ അറിയാം, നല്ല ഹെൽത്തി കുക്കിംഗ് അറിയാം, അത് അവരുടെ ഒരു അച്ചീവ്മെന്റ് അല്ലേ. അതുപോലെ അവർക്ക് ജോലിക്കൊന്നും പോകാനില്ലായിരിക്കും, പക്ഷേ കുട്ടികളെ നന്നായിട്ട് വളർത്താൻ അറിയാം, നല്ലൊരു പാരന്റിങ് അറിയാം. അപ്പോൾ അത് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. അല്ലെങ്കിൽ വീട്ടിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ അവർ എഴുതി വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫിനാൻസ് മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും, അത് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയൊക്കെ ഇടുക. ചില വീട്ടിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ നല്ല ഐശ്വര്യമായിരിക്കില്ലേ കാണാനായിട്ട്. അത് അവിടെ നല്ലൊരു വീട്ടമ്മ ഉള്ളതുകൊണ്ടോ അവിടെ നല്ലൊരു സെർവൻ്റ് ഉള്ളതുകൊണ്ടോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരാളുടെ ജോലി എന്ന് പറയുന്നത് വേറൊരാളുടെ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം വേറൊരാളുടെ ലൈഫിൽ ഐശ്വര്യം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും എഴുതണം എന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്ന വലുതും ചെറുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. നല്ല റിലേഷൻഷിപ്പ് എഴുതാം, നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇപ്പോൾ എനിക്ക് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് തോന്നുന്നതൊക്കെ നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. മിനിമം ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങൾ അച്ചീവ്മെന്റ് ആയിട്ട് എഴുതണം. അപ്പോൾ എഴുതാൻ തുടങ്ങിക്കോ. നമ്മുടെ ലൈഫിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? പോസിറ്റീവ് മാത്രം എഴുതിയാലും നമ്മൾ ഭയങ്കര അഹങ്കാരികളായി പോകും. അപ്പം നമുക്ക് നമ്മളുടെ നെഗറ്റീവും കൂടിയും നമുക്ക് എഴുതാം. ആദ്യം പോസിറ്റീവ് എഴുതി, ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വെല്ലുവിളികൾ? നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇതെന്തൊരു ചോദ്യമാണല്ലേ. പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ അവിടെ എന്തെടുക്കുന്നു, ഇവിടെ എന്തെടുക്കുന്നു, അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും. അപ്പോൾ അനാവശ്യ ചിന്തകൾ വരുന്ന വ്യക്തിയാണെങ്കിൽ എഴുതിക്കോളൂ. അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളിയാണ്. അതുപോലെ ചില ആളുകൾക്ക് അനാവശ്യ ചിന്തകൾ വരുമെങ്കിൽ അത് നെഗറ്റീവ് തോട്ട്സ് മാത്രം വരുന്ന ആളുകളുണ്ട്. നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില
ആളുകളോടുള്ള ദേഷ്യം, വൈരാഗ്യം, അല്ലെങ്കിൽ അവരെന്നെ ചതിച്ചല്ലോ, അങ്ങനെ കുറേ പണ്ട് നടന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടിരുന്ന് കരയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരുടെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് അവർക്ക് എഴുതാം. ചില ആളുകൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ധൈര്യമായിരിക്കും, പക്ഷെ പുറത്തിറങ്ങിയാൽ എല്ലാത്തിനും പേടിയായിരിക്കും. അപ്പോൾ പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വെല്ലുവിളിയാണ്. ചില ആളുകൾ ഭയങ്കര വായാടികളായിരിക്കും, പക്ഷെ സ്റ്റേജിന്റെ മുന്നിൽ കയറി 2 വാക്ക് പറയാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ പേര് സ്ഥലവും മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. അതുപോലും പറയാനായിട്ട് അവർക്ക് ഭയങ്കര എന്താണ് പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യാനായിട്ട് അവർക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഷൈനസ് ആയിരിക്കും. ആളുകളെ അഭിമുഖീകരിക്കാനായിട്ട് അറിയില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. ആളുകളുണ്ടെങ്കിൽ പേടി, ഷൈനസ്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഇനി നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്, പക്ഷേ വാങ്ങിക്കാൻ 5 പൈസ കയ്യിലില്ല. അപ്പം മണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. നമുക്ക് കയറിക്കെടുക്കാനായിട്ട് ഒരു വീടില്ലെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയാണോ നിങ്ങളുടെ വെല്ലുവിളികളായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചിലപ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒരു അസുഖമില്ല, മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ 100% ഹെൽത്തി ആണെന്നായിരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും അവരുടെയൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ചില മെൻ്റൽ ബ്ലോക്കുകളായിരിക്കാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. വെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മണി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. കുട്ടികളായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പാരൻറ്റിങ്ങിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എണ്ണി പറയാൻ നമ്മളൊരു മത്സരമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ആലോചിച്ചിട്ട് 1-2 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചലഞ്ചസ്, നിങ്ങളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നൊന്ന് എഴുതും. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇമോഷൻ എന്തൊക്കെയാണ്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ജോലി, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് കോച്ചാണ്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെയും എന്നെ പരിചയമുള്ള ചില ആളുകളുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഞാൻ 100% അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, എന്നെ കാണുമ്പോഴേ ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ ലൈഫിൽ. ഇവരുടെയൊക്കെ വിചാരം എന്താണ്, ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണെന്നാണ്. ഇവിടെ ആ സമയത്ത് ഞാനിങ്ങനെ അയ്യോ എൻ്റെ ലൈഫ് എന്ത് ലൈഫാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഭയങ്കര എംപ്റ്റിനെസ് ആണല്ലോ, ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ, അതെന്താണ് ഇങ്ങനെ ഭയങ്കര ഒറ്റപ്പെടലാണല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോഴുമല്ല, വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും വന്നിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്ത്, മറ്റുള്ള ആളുകൾ പറയുന്നത് എന്ത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരാളെ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഇമോഷൻസും നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ എത്രത്തോളം ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് പോസിറ്റീവ് ഫീലിങ്സ് ആണോ എപ്പോഴും ഉണ്ടാവുന്നത്, നെഗറ്റീവ് ഫീലിങ്സ് ആണോ ഉണ്ടാവുന്നത്, ഈ പറയുന്ന ഫീലിങ്സിനൊക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ചില ആളുകൾക്ക് ഒരു കാരണമില്ലാതെ ഭയങ്കര വിഷമം തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഇമോഷൻസ് എന്താണ്? അതായത് നാണക്കേടാണോ, അഭിമാനമാണോ, സന്തോഷമാണോ, ഭയങ്കര പീസായിട്ടാണോ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത്, നല്ല സമാധാനത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, പേടിയാണോ, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആണോ, ഇറിറ്റേറ്റഡ് ആണോ, സാഡ്നെസ്, നിങ്ങൾക്ക് എല്ലാ ഇമോഷൻസും നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷൻസ് ആണ് ഒരു ദിവസം ഫീൽ ചെയ്യുന്നത്? അതായത് ഓരോ ദിവസവും ചിലപ്പോൾ 1-2 ദിവസം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായിരിക്കാം, പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് ദിവസം ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻസ്. വേഗം എഴുതിക്കോ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ എനർജി ആൻഡ് ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നല്ല എനർജറ്റിക് ആണോ, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങികളാണോ? ചില ആളുകളെ കണ്ടിട്ടില്ലേ, എപ്പോഴും ഭയങ്കര എനർജി ആയിരിക്കും, അവരുടെ അടുത്ത് ഇരിക്കാനും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നമുക്കും ആ ഒരു എനർജി കിട്ടുന്നത് പോലെ തോന്നും. എന്നാൽ ചില ആളുകളുണ്ട് ഫുൾ ടൈം ഒരു എനർജി ഉണ്ടായിരിക്കില്ല, ഭയങ്കര ഡള്ളായിട്ട് ഗ്യാസ് എന്ത് ജീവിതം, ജനിച്ചല്ലോ ഞാൻ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറി പെട്ടതാണ്? അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ എങ്ങനെയാണ്? നിങ്ങൾ കറക്റ്റ് സമയത്തൊക്കെ ഉറങ്ങുന്ന ആളുകളാണോ, അല്ലെങ്കിൽ പാതിരാത്രി വരെ ഇങ്ങനെ ഇരുന്നിട്ട് 1-2 മണിക്കൂർ ഉറങ്ങി ഒട്ടും എനർജി ഇല്ലാതെ എഴുന്നേക്കുന്നതാണ്? നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ റിലാക്സ് ചെയ്യുന്നത്, നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്, റീഫ്രഷ് ചെയ്യുന്നത്, ഉറക്കത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല ഫ്രഷ് ആയിട്ട്, റിലാക്സ്ഡ് ആയിട്ടാണോ നിങ്ങൾ എഴുന്നേൽക്കാറുള്ളത്? അതുപോലെ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണോ? ബോഡി മൂവ്മെന്റ് ഒക്കെ ഉണ്ടോ? നിങ്ങൾ അനങ്ങാണ്ടിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ശരീരത്തിന് നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് എന്തൊക്കെയാണ്? നിങ്ങൾ ഹെൽത്തി ഫുഡാണോ കഴിക്കുന്നത്? ആവശ്യത്തിന് റിലാക്സ് ചെയ്യുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അത് ഹെൽത്തി ആണോ? അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ശരീരത്തിന് അസുഖത്തിന്റെ കാര്യം മാത്രമല്ല, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, എല്ലാ വിധത്തിലുള്ള ഹെൽത്തും വരും. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതാൻ തോന്നുന്നത് അതൊന്ന് എഴുതി നോക്കൂ. കാരണം എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും.
നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എഴുതിക്കോളൂ കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളോടുള്ള റിലേഷൻഷിപ്പാണ്. എന്നെ ഇഷ്ടമാണോ, എനിക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു, 100-ൽ എത്ര ശതമാനം എന്നെ ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 0 എന്ന് പറയേണ്ട ഒരു സ്റ്റേജിലൊക്കെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആ ഒരു ഏരിയയിൽ. നമുക്ക് നമ്മളെ ഇഷ്ടമാണോ എന്നുള്ളതും, നമുക്ക് മറ്റുള്ളവരുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് എനിക്ക് ഫേസ്ബുക്കിൽ അത്രയും ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അതൊന്നുമല്ല ചോദിച്ചത്. നമ്മൾ കാണുമ്പോൾ കുറേ ആളുകൾ ഇളിച്ച് കാണിക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ലൈഫിൽ നല്ല പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ട് പീരീഡ് ഒക്കെ വരുന്ന സമയത്ത് കട്ടയ്ക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ നമ്മളെ വിളിച്ചാൽ എത്ര പേര് വരും. അത് അങ്ങനത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. കാരണം വെറുതെ ഇങ്ങനെ ഹായ് ബൈ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്കൊരു വിഷമം വരുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന എത്ര ഫ്രണ്ട്സ്, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ കെയർ ചെയ്യുന്ന, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് കുറേ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന എത്ര ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ബാക്കിയൊക്കെ വെറുതെയാണ്, നിങ്ങളുടെ സമയം, എനർജി, പൈസയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അവരുടെ ബർത്ത്ഡേക്ക് പോകുന്നു, ഇങ്ങോട്ട് ബർത്ത്ഡേക്ക് വരുന്നു, പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രാവൽ, ബാക്കി പല പല പ്രകടനങ്ങളായിരിക്കും, പ്രഹസനങ്ങളായിരിക്കും. അല്ലാത്ത എത്ര ഫ്രണ്ട്സ് അല്ലെങ്കിൽ എത്ര ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അത് ഫാമിലി ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, നൈബേഴ്സ് ആയിക്കോട്ടെ, ജോലി സ്ഥലത്തുള്ളതായിക്കോട്ടെ, എന്തിനെ കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബൗണ്ടറി വെക്കാനായിട്ട് പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ, ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ ഉണ്ടോ, അവിടെ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ എഴുതുക. നമ്മുടെ ലൈഫിലെ 6ാമത്തെ ഏരിയയിലോട്ട് നമുക്ക് നോക്കാം, കരിയർ ആൻഡ് പാഷൻ. എനിക്ക് 1ാമത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിലായിരുന്നു. അവിടെ ഞാൻ എന്താ പോയെന്ന് വെച്ചാൽ എനിക്ക് അവിടെയാണ് കിട്ടിയത്. ആദ്യൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അവിടെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി. അല്ലാതെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിട്ടോ അതെൻ്റെ ഭയങ്കര പാഷനായിട്ടോ അത് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടായിട്ടോ അല്ലായിരുന്നു. എൻ്റെ 2ാമത്തെ ജോലി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു. അപ്പോൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ജോലിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. കാരണം ജീവിക്കാനൊരു ജോലി വേണമല്ലോ. അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിയുമ്പോൾ നാട്ടുകാർ ചോദിക്കും സിമ്പിളായി ജോലിയൊന്നും ആയില്ലേന്ന്. അപ്പോൾ അതിനൊരു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ വീട്ടുകാർ ഒരുപാട് പൈസ മുടക്കിയൊക്കെ പഠിപ്പിച്ചതല്ലേ, അപ്പോൾ വീട്ടുകാരോട് ആൻസർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് വേണ്ടി, ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി വേണ്ടേ എന്നുള്ളത്. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നൊരു സാധനമല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് നാച്ചുറലി ചില ടാലൻസ് ഉണ്ടായിരിക്കും, ചില സ്കില്ലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ചിലർക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, വെറുതെ ഇരിക്കുമ്പോൾ അവർ വരച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പാട്ടൊക്കെ പാടും, മ്യൂസിക്കൊക്കെ കേൾക്കും, ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ആരും പൈസയൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ചില കഴിവുകളാണ്, നമ്മളുടെ പാഷനാണ്, നമ്മളുടെ പർപ്പസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണത്. അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പലരുടെയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനത്തിനല്ല പാഷനും പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളത് ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിതകാലം മുഴുവനും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകൾ ജോലി ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര ഒട്ടും സുഖമില്ല അവിടെ ജോലി ചെയ്യാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറില്ല. എന്നാൽ ചില ആളുകൾക്ക് അത് ജോലിയായിട്ട് പോലും അനുഭവപ്പെടുന്നുണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാച്ചുറലി ഉള്ളൊരു കഴിവായിരിക്കും. അവരുടെ കഴിവ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാഷനേറ്റ് ആയിട്ടും പർപ്പസ് അങ്ങനെയൊക്കെ രീതിയിൽ ജോലി ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്കും, അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും ബെനിഫിറ്റ് കിട്ടും, ഈ ലോകത്തിന് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. നല്ലൊരു ഡോക്ടർ ആവാൻ ജനിച്ചിട്ടുള്ള ഒരാളാവുമ്പോൾ ആ പേഷ്യൻസിനൊക്കെ നല്ല ബെനിഫിറ്റാണ് കിട്ടുന്നത്. അല്ലാത്തതാണെങ്കിൽ പേഷ്യൻസിൻ്റെ കഴുത്തറുത്തിട്ട് പൈസ വാങ്ങിക്കുന്ന ചില ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുന്ന ഡോക്ടർമാരില്ലേ, എപ്പോഴെപ്പോഴും കുറേ ആൻറ്റിബയോട്ടിക് ഒക്കെ എഴുതി തന്ന് നമ്മളിങ്ങനെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുമുണ്ട്. അപ്പോൾ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ പാഷനേറ്റ് ആയിട്ട് പർപ്പസിൽ അലൈൻഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കും ഈ ലോകത്തിന് തന്നെ നല്ലതായിരിക്കും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ബെനിഫിറ്റ് ഇല്ലാത്തതായിരിക്കും. നമ്മളിങ്ങനെ ജനിച്ചല്ലോ, ജോലി ചെയ്യണ്ടേ, ജീവിക്കണ്ടേ, ഹോം ലോൺ അടക്കണ്ടേ, EMI, കുട്ടികളുടെ പഠിത്തം, മെഡിക്കൽ ബില്ല്,
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെയ്യുന്ന അങ്ങനെയല്ല. നിങ്ങൾ എത്ര പേര് അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യുന്നത്. ഈ ആസ്വദിച്ച് ജോലി കിട്ടുമ്പോൾ ഫ്രീ ആയിട്ടൊന്നും ആരും ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ജോലി ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ആസ്വദിച്ച് ചെയ്യണം, നമുക്ക് കഴിവുണ്ടായിരിക്കണം, ആ വേൾഡിന് അതുകൊണ്ട് ഗുണമുണ്ടായിരിക്കണം, നമ്മൾക്ക് സാമ്പത്തിക പുരോഗതിയും കൂടി ഉണ്ടായിരിക്കണം. ആ രീതിയിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്, എത്ര ഭാഗ്യവന്മാരുണ്ടോ എന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അടുത്തത് മണി മൈൻഡ് സെറ്റാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഇതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം കിട്ടുന്ന നിങ്ങളുടെ ഇൻകം അതിൽ നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണോ? പണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? ഭയങ്കര പേടിയാണോ പണം എന്ന് പറയുമ്പോൾ? അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു, ഭാവിയിൽ നമുക്ക് ആവശ്യം വരൂലേ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് എൻ്റെ ഫ്യൂച്ചർ എന്താവും, ഞാൻ കുറേ പൈസ സൂക്ഷിച്ചു വെക്കേണ്ടത്, എന്നാലല്ലേ എനിക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ ഉണ്ടാവുള്ളൂ, അങ്ങനെ പേടിച്ചിട്ട് ആൻസൈറ്റിയിലൊക്കെയാണോ നിങ്ങൾ പൈസ സൂക്ഷിച്ചു വെക്കുന്നത്? അല്ലെങ്കിൽ ആ ഉള്ള മണിയിൽ നിങ്ങൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ പൈസ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു നന്ദിയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? പണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഫസ്റ്റത്തെ ഇമോഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പൈസ വേണോ? അല്ലെങ്കിൽ നമുക്ക് പണം വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൈസ വരണ്ടേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണോ? പൈസയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണോ? ഒട്ടും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് എത്താൻ കഷ്ടപ്പെടുന്ന ആളുകളാണോ? പണത്തിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതും. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പിരിച്വാലിറ്റി ആൻഡ് കണക്ഷൻ. കുറേ ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ ആവശ്യമില്ല, കാരണം അവരവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, സ്നേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈ സ്പിരിച്വാലിറ്റി ആൻഡ് കണക്ഷനിലോട്ട് ചില ആളുകൾക്ക് എത്താൻ സാധിക്കാറില്ല. അതായത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, എനർജിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഹയർ പവറിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ജാതി മതം അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആത്യന്തികമായിട്ടൊരു ശക്തിയാണുള്ളത്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അതുകൊണ്ട് ശരിക്കും ബെനിഫിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ധാരണകൾ എന്തൊക്കെയാണ്? നമുക്ക് പതിയെ ഇനി വരാവുന്ന വീഡിയോയിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കറൻ്റിലി ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അല്ലെങ്കിൽ യുക്തിവാദിയാണോ? അന്ധമായി വിശ്വസിക്കുന്നതാണോ? നിങ്ങൾക്ക് ദൈവത്തിന് ഭയങ്കര പേടിയാണോ? എന്താണ് നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് ഡെയിലി ചെയ്യുന്നവരാണോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നിങ്ങളിവിടെ അനലൈസ് ചെയ്ത് എഴുതേണ്ടത്. നിങ്ങളോടൊപ്പം ഞാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് വായിക്കുമ്പോൾ നമ്മളുടെ ലൈഫാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയയെ കുറിച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മളിങ്ങനെ എഴുതുന്നത്. നമ്മളെക്കുറിച്ചൊരു ധാരണ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ കുറിച്ചും ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ധാരണയും ഭയങ്കര ജഡ്ജ്മെൻറ്റൊക്കെയാണ്. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് വല്ല ആളുകളും പറഞ്ഞിട്ട് വേണം നമ്മളിരുന്ന് കരയാനും ചിരിക്കുവാനൊക്കെ. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തേക്കണം. ഞാൻ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചതി, ഇത് വല്ലാത്ത ചതി എന്നൊന്നും നമുക്കിത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നരുത്. കാരണം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ റിയാലിറ്റിയാണ്. എല്ലാവർക്കും വായിക്കുമ്പോൾ അയ്യോ എൻ്റെ ലൈഫ് എന്ത് കഷ്ടമാണ് ഇങ്ങനെയൊന്നും തോന്നില്ല. ചില ആളുകൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഇത്രയും നല്ല തോട്ട്സ് ഒക്കെ എനിക്കുണ്ടോ. നമ്മൾ ആദ്യമായിട്ടായിരിക്കും നമ്മളെക്കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയാക്കുന്നത് നമ്മൾ ഒരു കംഫർട്ട് സോണിലിരുന്ന് നല്ല സത്യസന്ധമായിട്ടാണ്. കാരണം ഇത് നമ്മൾ ആരെയും കാണിച്ചു കൊടുക്കുന്നില്ല, ആരുടെ അടുത്തും നമുക്കിത് വായിക്കണ്ട. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചിലർ എഴുതിയിട്ടുള്ളത് നെഗറ്റീവ് ആയിരിക്കാം, ചിലർക്ക് നല്ല പോസിറ്റീവ് ആയിരിക്കാം. എന്തൊക്കെയായാലും നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യണ്ട. കാരണം എന്താണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിനെ ജഡ്ജ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇതാണ് നമ്മളുടെ റെഫറൻസ്, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ 90 ഡേയ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ ഇത് വായിച്ച് നോക്കിയിട്ട് കുറേ ഏരിയാസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും എല്ലാ ഏരിയ ആയിരിക്കില്ല സ്ട്രഗിളിങ് ആയിട്ടുള്ളത്, എല്ലാവർക്കും സെയിം ഏരിയയും ആയിരിക്കില്ല, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും മാറ്റം വരുത്തേണ്ടത്. ഈ എഴുതിയ കാര്യങ്ങൾ വെച്ചിട്ട് എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത്, ഈ വരുന്ന 90 ഡേയ്സിൽ ഞാൻ ഇതിൽ ഏത് പാർട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യും.
ഈ 90 ഡേയ്സിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന ഏരിയയിൽ ഇന്ന പോയിന്റിലാണ് ഞാൻ മാറ്റം വരുത്താൻ പോകുന്നത്. ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ് ഇൻ 90 ഡേയ്സിൽ. ഞാൻ ഇതാ, ചിലർ കരിയർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, ചിലർ ഹെൽത്ത് ആയിരിക്കും, ചിലർ വെയിറ്റ് ലോസ് ആയിരിക്കും, ചിലർ കോൺഫിഡൻസ് ആയിരിക്കും, ചിലർ മണി മൈൻഡ് സെറ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനോട് നിങ്ങൾ 100% കമ്മിറ്റ്മെന്റ് കാണിക്കുക. ഇത് നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതിയതാണ്, നിങ്ങളുടെ ലൈഫാണിത്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതുക, 90 ഡേയ്സിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന ഏരിയയിൽ ഇന്ന കാര്യത്തിലാണ് ഞാൻ മാറ്റം വരുത്താനായിട്ട് പോകുന്നത്. എന്തിനാണ് നമ്മൾ സെൽഫ് അവെയർനെസ്സിന് വേണ്ടിയിട്ട് ഇത് ചെയ്തത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് കൺഫ്യൂഷനാണ്. ആ തീരുമാനം എടുക്കണോ, ഈ തീരുമാനം എടുക്കണോ, അതാദ്യം ചെയ്യണോ, ഇതാദ്യം ചെയ്യണോ. ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലൈഫിൽ കൺഫ്യൂഷന് പകരം ക്ലാരിറ്റി ആൻഡ് ഡയറക്ഷനാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഡയറക്ഷൻ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗൈഡൻസും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി. ഈ ക്ലാരിറ്റിയാണ് നമ്മളെ കോൺഫിഡൻസിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മളുടെ അടുത്ത വീഡിയോ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കാണുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് ഇങ്ങനത്തെ സീരീസ് ഓഫ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ വേറെ ആർക്കെങ്കിലും ഇത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.